ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ ഡിഷ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഒരു രാജസ്ഥാൻ ഡിഷാണ്. അത് നമ്മുടെ കേരള സ്റ്റൈലിലൊക്കെ ആയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്നത്. കടുക് നന്നായി പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ലേശം ജീരകം, നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ ഒരു 3 പച്ചമുളക് ഞാൻ നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എന്തോരം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എരിവ് അത്ര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ നമ്മൾ ബജ്ജി മുളകൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം. ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കുറച്ച് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 3 നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് കുറച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മസാലയായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ തീ വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് ഒരു ബീറ്റർ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലെ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ടയൊക്കെ കളഞ്ഞിട്ടുള്ള തൈര് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നല്ല തണവോട് കൂടിയിട്ട് തന്നെ തൈരെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തണവ് മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു സവാള വഴറ്റിയതുണ്ടല്ലോ, അത് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കട്ട കളഞ്ഞിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകളോട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.